إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين. സ്നേഹാദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളായ വിശുദ്ധ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളുമാണ് ഇഹപര ജീവിതത്തിൽ നമുക്ക് വിജയം നൽകുന്നത്. അതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അല്ലാഹു അനുഗ്രഹിച്ചു നൽകിയ രാപ്പകലുകൾ, സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന ദിനരാത്രങ്ങൾ, പ്രാർത്ഥനകൾക്ക് തടസ്സങ്ങളില്ലാതെ ഉത്തരം നൽകാനുള്ള സന്ദർഭങ്ങൾ, കൂടുതൽ കൂടുതൽ പുണ്യം കരസ്ഥമാക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള സമയങ്ങൾ, ആയുസ് നഷ്ടപ്പെടാതെ, ബുദ്ധി മറയാതെ, കാഴ്ച നഷ്ടപ്പെടാതെ, കേൾവി നഷ്ടപ്പെടാതെ, കൈകാലുകൾക്ക് തളർച്ച ബാധിക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂടുതൽ കൂടുതൽ പരിശ്രമിക്കാനുള്ള ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള അമൂല്യമായ അവസരങ്ങൾ, കഴിഞ്ഞുപോയ സമയങ്ങളെയും സന്ദർഭങ്ങളെയും വർഷങ്ങളെയും ആലോചിച്ചാൽ നഷ്ടമായി പോയി എന്ന് തോന്നുന്നിടത്ത് നിന്ന് ഇനിയും അവസാനിക്കാത്ത ആയുസ്സിൽ കിട്ടിയ സന്ദർഭങ്ങളെ നമ്മുടേതാക്കി മാറ്റാൻ കിട്ടിയിട്ടുള്ള ജീവിതത്തിന്റെ ആയുസ്സും
മണിക്കൂറുകളും ദിനരാത്രങ്ങളും പ്രിയമുള്ളവരെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്ന ഒരാത്മപരിശോധനയാണ് ഞാനും നിങ്ങളും നമ്മളോട് ചോദിക്കേണ്ടത്. വെള്ളിയാഴ്ചയിലെ അല്പസമയം ഇതുപോലെ വന്നിരിക്കുമ്പോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പഠന ക്ലാസ്സുകളിലോ സംരംഭങ്ങളിലോ പങ്കെടുക്കുമ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച മറ്റു സന്ദർഭങ്ങളിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ കിട്ടിയിട്ടുള്ള സമയങ്ങളാക്കി, സന്ദർഭങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ആലോചനയിൽ നിന്ന് ഇനിയും അവസരങ്ങൾ തീർന്നു പോകാതെ നമ്മുടെ കൈകളിൽ ബാക്കിയുണ്ട് എന്നൊരോർമ്മ ഓരോ സന്ദർഭങ്ങളിലും നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിന്റെ അരികിലേക്ക് വരുമ്പോ അദ്ദേഹം കരഞ്ഞ് കണ്ണുനീർ താടി രോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മകളുടെ ഭർത്താവാണ്, പ്രവാചകന്റെ അനുയായിയാണ്, ഖലീഫയായ പ്രവാചകന്റെ സഹാബത്താണ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലെല്ലാം നൽകാൻ തയ്യാറായ, ഏതൊരു പ്രയാസമുള്ള ഘട്ടത്തിലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൈമെയ് മറന്ന് ചെലവഴിക്കാൻ തയ്യാറായ സഹാബിയാണ്. റോമാക്കിണർ മുസ്ലിമുകൾക്ക് ആവശ്യമാണ് എന്നറിയുമ്പോ വിലക്ക് വാങ്ങി അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകാൻ തയ്യാറായ സഹാബിയാണ്. എല്ലാവരോടും ചെലവഴിക്കാൻ പറഞ്ഞിനി എന്തുണ്ട് വീട്ടിലെന്ന് ചോദിക്കുമ്പോ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ മക്കൾക്കുള്ളതാണ് ബാക്കിയുള്ളത് എന്ന് പറയുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, പ്രവാചകരെ ഒന്നുമില്ല എന്ന മറുപടിയിൽ നിന്ന് എല്ലാം നൽകാൻ തയ്യാറാകുന്ന, ഹുദൈബിയ സന്ധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി ധൈര്യസമേതം മക്കയിലേക്ക് ചെല്ലുകയും മക്കയിൽ ഉടമ്പടി നടത്താൻ വേണ്ടി തയ്യാറാവുകയും ഒരു വേള മരിച്ചു എന്ന് സ്വഹാബത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അവസാന ദിനരാത്രങ്ങൾ ഏറെ പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഇടയിലൂടെ ജീവിച്ചു പോകുന്ന ഒരാളായിരുന്നു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിനരികിൽ വന്നിരുന്ന് കരയുകയാണ്. താടി രോമങ്ങൾ നനയുമാറ് കരയുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് കൂടെയുണ്ടായിരുന്നവർ ചോദിക്കുന്നുണ്ട്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരഞ്ഞു പോകുന്നത് എന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇവിടെ നിങ്ങളൊക്കെ എനിക്ക് ചുറ്റിലുമുണ്ടല്ലോ, എല്ലാവരും എന്റെ ചുറ്റിലുമുണ്ട്. ഇതാ ഈ ഖബറിൽ വന്ന് കിടക്കുമ്പോഴും നാളെ പരലോകത്ത് നിൽക്കുമ്പോ നിങ്ങൾ എല്ലാവരും എന്റെ ചുറ്റിലുമുണ്ട്. ഇവിടെയും നാളെ പരലോകത്തും പരസ്പരം സഹായിക്കാൻ കഴിയില്ലെങ്കിലും എല്ലാവരും എന്റെ ചുറ്റിലുമുണ്ട്. പക്ഷേ ദാ ഈ ഇടുങ്ങിയ വീടുണ്ടല്ലോ, ഞാനും നിങ്ങളും നിർബന്ധമായി പോയി കിടക്കേണ്ടെന്ന മണിമെത്തയിൽ നിന്ന് ഇടുങ്ങിയ ആ കുഴിയിലേക്ക്, മണ്ണിലേക്ക് പോയി കിടക്കേണ്ടുന്ന ആഡംബരപൂർണമായ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ എസിയോ തലയിണയോ ഇല്ലാത്ത അനബൈത്തുദ്ദൂദ്, ഞാൻ മണ്ണിന്റെ ഭവനമാണ്, അനബൈത്തുത്തുറാബ്, ഞാൻ മണ്ണിന്റെ ഭവനമാണ്, ഞാൻ പുഴുക്കളുടെ വീടാണ്, അനബൈത്തുൽ വഹ്ദ, ഞാൻ ഏകാന്തതയുടെ വീടാണെന്ന് പറയുന്ന ഈ ഖബറിൽ വന്നു കിടക്കുമ്പോ ഒറ്റയ്ക്കല്ലേ കിടക്കേണ്ടത് എന്നാണ്. ആ ഒറ്റയ്ക്ക് കിടക്കേണ്ടതിനെ ഓർത്തുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സൽക്കർമ്മങ്ങൾ ചെയ്ത, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, അള്ളാഹുവിന്റെ മാർഗത്തിലേക്കെല്ലാം നൽകാൻ തയ്യാറായ, ഹിജ്റ പോകാൻ തയ്യാറായ, യുദ്ധത്തിന് സന്നദ്ധനായ
ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം അതായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് കൂട്ടായി സൽക്കർമ്മങ്ങൾ ഉണ്ടായിരുന്നിട്ടും കരഞ്ഞു പോകുമാറ്, ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമാറ് കരയുന്ന സ്വഹാബിയായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഖബറെന്ന് കേട്ടാൽ എന്താണ് നമ്മൾ വിചാരിക്കേണ്ടത്? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ആ ഖബറിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ടോ? ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി പണ്ഡിതനായിരുന്ന താബിഈയായിരുന്ന അദ്ദേഹത്തിന്റെ 10ഓളം വസീയത്തുകളിൽ ഒരു വസീയത്ത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ചിലർ, എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തത്? ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ മറുപടി, 10ഓളം മറുപടികൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊന്ന്, നിങ്ങൾ എത്രയോ ആളുകളെ ഖബറടക്കുന്നുണ്ട്, എത്രയോ ആളുകളെ നിങ്ങൾ ഖബറടക്കുന്നുണ്ട്, എത്രയോ ആളുകളുടെ മയ്യത്തിനെ അനുഗമിച്ചു പോകാറുണ്ട്, എത്രയോ മയ്യത്ത് നമസ്കാരങ്ങൾ നിങ്ങൾ നിർവഹിക്കാറുണ്ട്. അൻതും തദ്ഫലൂന, നിങ്ങളൊക്കെ അങ്ങനെ ഖബറടക്കുന്നവരാണ്. പക്ഷേ അതിൽ നിന്ന് വല്ല പാഠവും നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കിയേ, നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ഉപ്പ ഏറ്റവും പ്രിയങ്കരനായിരുന്നു. ഉപ്പയില്ലാത്ത വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ, ഉപ്പയിരുന്ന കസേരയിലേക്ക് നോക്കുമ്പോ, ഉപ്പയുടെ അടയാളങ്ങൾ കാണുമ്പോ നമുക്കെത്ര നോവാറുണ്ട്. ഉമ്മയില്ലാത്ത വീട്, ഉമ്മയൊപ്പമുണ്ടായിരുന്ന നാളുകൾ, ഉമ്മയോടൊപ്പം നോമ്പെടുത്ത ദിനരാത്രങ്ങൾ, ആ ഉമ്മ അരികിലില്ലാതാകുമ്പോ നമുക്കുണ്ടാകുന്ന നോവത്രയാണ്. ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ ഖബറുകൾക്കരികിൽ നമ്മൾ പോകാറുണ്ട്. പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ഞാനും നിങ്ങളും പ്രിയമുള്ളവരെ പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടോ? പരിശുദ്ധ റമദാനിന്റെ രാപ്പകലുകളിലൂടെ കടന്നു പോകുമ്പോ അള്ളാഹുവിലേക്ക് അടുക്കാൻ കിട്ടിയ സന്ദർഭങ്ങളെ, സമയങ്ങളെ, ഖുർആനിലൂടെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ കിട്ടിയിട്ടുള്ള ദിനങ്ങളെ, മണിക്കൂറുകളെ, നിമിഷങ്ങളെ എത്രയാണ് ഞാനും നിങ്ങളും നഷ്ടപ്പെടുത്തി കളയാറുള്ളത്? എത്ര നോമ്പുകൾ അവസാനിച്ചു, ഇനി എത്ര ബാക്കിയുണ്ടെന്നറിയില്ലല്ലോ. ഖുർആനിന്റെ എത്ര പേജുകളിലൂടെ, ആയത്തുകളിലൂടെ, വചനങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നുപോയിട്ടുണ്ട്. ഈ ദീനിന്റെ ആളുകളായി, ഖുർആനിന്റെ ആളുകളായി ഞാനും നിങ്ങളും അഭിമാനിക്കുമ്പോ ഖുർആനിന്റെ വചനങ്ങളിലൂടെ ജീവിച്ചു പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആലോചിക്കേണ്ടതുണ്ട്. ഖുർആനിന്റെ വചനങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്കെത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് സ്വയം ഒരു പരിശോധനക്ക് ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതില്ലേ? വിശുദ്ധ ഖുർആൻ ദീനിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കരായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ഹുനഫാഅ വയുഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവരായി മാറണം. നമസ്കാരം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിർവഹിക്കേണ്ടവരല്ല, ഏതെങ്കിലും ഒരു മാസത്തിൽ നിർവഹിക്കേണ്ടവരല്ല. ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും കൃത്യമായി, ജീവിതത്തിന്റെ ഒരു ശീലമായി, ഒരു അച്ചടക്കത്തിന്റെ ഭാഗമായി നമ്മിലുണ്ടായി തീരേണ്ടുന്ന ഒന്ന് യുഖീമുസ്സലാ. റമദാനിൽ പോലും ആ നമസ്കാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുണ്ടോ? റമദാനിൽ പോലും ആ നമസ്കാരത്തോടുള്ള നമ്മുടെ ശ്രദ്ധ എത്രയാണ്? നമസ്കാരം നിലനിർത്തുന്നവരായ ആളുകൾ നമസ്കാരത്തോട് ചേർത്ത് വിശുദ്ധ ഖുർആൻ 27 തവണ ആവർത്തിക്കുന്ന ഒരു വാക്കാണ് സക്കാത്ത്. സക്കാത്ത് നിർവഹിക്കുക, സക്കാത്ത് നൽകുക എന്ന ആശയം 27 തവണയാണ്
നമസ്കാരത്തോട് ചേർത്ത് ഖുർആൻ ഇതേ ആശയം പറഞ്ഞു വച്ചിട്ടുള്ളത്. നാം ആലോചിക്കുക, നമസ്കാരത്തിനു നാം നൽകുന്ന പ്രാധാന്യം സക്കാത്തിനു നൽകാൻ നമുക്ക് സാധ്യമായി തീരാറുണ്ട്. വദാലിക ദീനുൽ ഖയ്യിമ, നേരായ ചൊവ്വായ ദീൻ അതാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ഉണർത്തിയത്. 1, അള്ളാഹുവിലുള്ള ഇബാദത്താണ്, ഓക്കെയാണ് നമ്മൾ. 2, നമസ്കാരം നിലനിർത്തുക എന്നതാണ്, ഓക്കെയാണ് നമ്മൾ. 3-ാമത്തേത് സക്കാത്ത് നൽകുക എന്നതാണ്. ഓക്കെയാണോ ഞാനും നിങ്ങളും? അള്ളാഹുവിന്റെ മുൻപിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സമ്പത്തിന്റെ വിഷയത്തിൽ നാളെ ആ സമ്പത്ത് എനിക്കും നിങ്ങൾക്കും എതിരായി തീരുമോ എന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ഉറക്കം കെടുത്താറുണ്ടോ? നമ്മുടെ ഇരുത്തത്തിൽ സമാധാനം നഷ്ടപ്പെടാറുണ്ടോ? എന്റെ സമ്പത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ശുദ്ധ ഖുർആൻ ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ, വഅഖാമുസ്സലാത്ത വആതുസ്സകാത്ത്, നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്നവർ, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുക്കലാണ് അവർക്ക് ഉന്നതമായ പ്രതിഫലങ്ങൾ ഉള്ളത്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അങ്ങനെയുള്ളവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടി വരികയുമില്ല. നമസ്കാരത്തോട് ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. നമസ്കാരത്തിന് സമയമുണ്ട്, സക്കാത്തിനും സമയമുണ്ട്. നമസ്കാരത്തിന് കണക്കുണ്ട്, സക്കാത്തിനും കണക്കുണ്ട്. നമസ്കാരത്തിന് എണ്ണമുണ്ട്, സക്കാത്തിനും എണ്ണമുണ്ട്. നിശ്ചിതമായ കൃത്യമായ അളവുണ്ട് നമസ്കാരത്തിന്, സക്കാത്തിനും കൃത്യമായ അളവുണ്ട്. അവിടെ ഒരു റൗണ്ടില്ല. കരണ്ട് ബില്ല് 957 ആണെങ്കിൽ 950 കൊടുത്ത് റൗണ്ടാക്കാൻ പറയാറില്ല. ടാക്സ് 2575 ആണെങ്കിൽ 2500 കൊടുത്ത് റൗണ്ടാക്കാൻ പറയാറില്ല. പ്രിയമുള്ളവരെ, സക്കാത്ത് ഒരു 3000 എഴുതിക്കോ. എവിടെന്നാ നമുക്ക് കണക്ക് കിട്ടിയത്? ഒരു 5000 കിടക്കട്ടെ, എവിടെന്നാണ് ആ റൗണ്ടാക്കിയത്? നമ്മൾ എന്താണ് അതിനുള്ള നമ്മൾ നിശ്ചയിച്ചു വച്ചിട്ടുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്? ഇത്ര കൃത്യമായി ഇസ്ലാം സാമ്പത്തിക രംഗത്തെ അച്ചടക്കത്തിന് നമുക്ക് നൽകിയിട്ടുള്ള കൃത്യമായ ഒരു രീതി നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത്? പ്രായമായവർ വരെ സമ്പാദിക്കണം, അത് അന്ത്യം വരെയും, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും നമ്മൾ സമ്പാദിച്ചു കൊണ്ടിരിക്കണം. ഇനിയും ഈ പ്രായത്തിൽ എന്തിനാ സമ്പാദിക്കേണ്ടത്? അങ്ങനെയൊന്നുമില്ല, സമ്പാദിക്കാം. എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള വലിയ സമ്പാദ്യങ്ങളെ വീണ്ടും കച്ചവടത്തിലേക്ക് ഇറക്കി സമ്പാദിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു, പലിശ നിങ്ങൾക്ക് ഹറാമാണ് എന്നതുകൊണ്ട്. നമുക്ക് ചുറ്റിലും മറ്റു പലപ്പോഴും നമുക്ക് കാണാം, അവർ കുറച്ച് സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്നെ പലിശക്ക് നൽകിയിട്ട് വെറുതെ ഇരുന്ന് അങ്ങനെ പലിശ വാങ്ങി അങ്ങനെയും ചെയ്യാമായിരുന്നല്ലോ. പക്ഷേ മുഅ്മിനുകൾ, വിശ്വാസികൾ, മുസ്ലിമുകൾ എന്തേ അതിന് തുനിയാത്തത്? പലിശയെ അത്രമേൽ ഭയപ്പെടുന്നു നമ്മൾ. എന്തുകൊണ്ടാണ് എങ്കിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ ഉണർത്തിയിട്ടുള്ള സക്കാത്തിന്റെ വിഷയത്തിൽ സൂറത്തു തൗബയുടെ അതിഗൗരവകരമായ ഒരു ആയത്തുണ്ട്. തൗബയുടെ 11-ാമത്തെ ആയത്താണ്. നിങ്ങളത് വീട്ടിൽ പോയാലും ആവർത്തിച്ചൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഫൈൻ താബു, തൗബ ചെയ്താൽ, വഅഖാമുസ്സലാത്ത്, നമസ്കാരം നിലനിർത്തിയാൽ. എവിടെയും നമസ്കാരം നിർവഹിച്ചാൽ എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു വെള്ളിയാഴ്ചയിൽ, ഒരു പെരുന്നാളിന്, അങ്ങനെയല്ല. നമസ്കാരത്തെ കുറിച്ച് ഇഖാമത്തുസ്സലാത്താണ്, നിലനിർത്തുക എന്നതാണ്. പ്രിയമുള്ളവരെ, റമദാനിൽ ചിലപ്പോൾ റമദാനിന്റെ മുൻപ് നമ്മൾ നിർത്തിയോ അല്ലെങ്കിൽ ഇടക്കപ്പോഴോ ഒക്കെ അവസാനിച്ചു പോയ, നഷ്ടപ്പെട്ടു പോയ ആ നമസ്കാരം നമ്മളിപ്പോ തുടങ്ങി വെച്ചിട്ടുണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മൾ തീരുമാനിക്കണം കേട്ടോ, ഇനി എന്റെ മരണം വരെ, നമ്മുടെ മരണം വരെ
ഈ നമസ്കാരം ജീവിതത്തിന്റെ എൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു എന്ന് അങ്ങോട്ട് തീരുമാനിക്കണം. നോമ്പ് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, ശവ്വാലാകട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ തീരുമാനിക്കണം. നമസ്കാരം നിലനിർത്തുന്നവർ, സകാത്ത് നൽകുന്ന ആളുകൾ, അല്ലാത്തൊരു വാക്കാണ്. അവരാണ് മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങൾ. തൗബ ചെയ്യുന്നവർ, നമസ്കരിക്കുന്നവർ, സകാത്ത് കൊടുക്കുന്നവർ, അവരാണ് നിങ്ങളുടെ സഹോദരങ്ങൾ. എവിടെ? മനുഷ്യരാണ് എല്ലാവരും, പക്ഷേ ഫിദ്ദീൻ, മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങൾ അവരാണ്. അവല്ലെങ്കിലോ? അതിന്റെ മറുഭാഗം വായിച്ചു നോക്കാം. നമ്മൾ മതത്തിൽ നമ്മുടെ സഹോദരങ്ങളല്ലാതാകുന്നവർ, തൗബ ചെയ്യാത്തവരും നമസ്കരിക്കാത്തവരും സകാത്ത് കൊടുക്കാത്തവരും മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളല്ല കേട്ടോ. ഗൗരവമുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കുക. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് ആഴത്തിൽ തറയ്ക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഉറക്കം കെടുത്തണം. നമ്മുടെ സമയങ്ങളിൽ പുനരാലോചനകൾക്ക് വിധേയമാകണം. അള്ളാഹു മറ്റൊരായത്ത് പറയുന്നുണ്ട്, രസകരമായ ആയത്തുകളാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പഠിക്കുമ്പോ, വായിച്ചു പോകുമ്പോ, സൂറത്ത് നൂറിന്റെ 33-ാമത്തെ വചനം, ആർത്തിയുണ്ടോ? നമുക്ക് ആർത്തി ഒഴിവാക്കാൻ വഴിയുണ്ട് കേട്ടോ. ഖുർആനിന്റെ വചനങ്ങൾ അല്ലാഹു പറയാണ്, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ നൽകണം കേട്ടോ. ആര് നൽകിയതാണ്? നമ്മുടെ ഈ ശരീരം, ഈ ആയുസ്, ഈ ആരോഗ്യം. ജുമയ്ക്ക് തൊട്ടു മുൻപ് ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ കുറിച്ചൊരു പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്തു. യുവാവായ, വലിയ പ്രായമൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ, ഹജ്ജൊക്കെ കഴിഞ്ഞു വന്നൊരു സഹോദരൻ, നമ്മുടെ ഈ തൊട്ടടുത്തുള്ള AR നഗറിലുള്ള ഒരു സഹോദരനാണ്. ക്യാൻസർ ബാധിച്ചു പ്രയാസത്തിലാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ എത്രയോ നല്ല നല്ല സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോ എത്ര കഴിവും കരുത്തും ഉണ്ടായിരുന്നവർ എത്ര പെട്ടെന്നാണ് വീണുപോകുന്നത്. എത്ര യുവതികളാണ് കീമോതെറാപ്പി ചെയ്യാൻ വേണ്ടി ആശുപത്രി വരാന്തകളിലൂടെ നടന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. RCC പോലെയുള്ള റീജിയണൽ ക്യാൻസർ സെന്റർ പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മളൊന്ന് കയറിയിറങ്ങണം. എത്രയോ യുവാക്കൾ, മക്കൾ, ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ. എന്റെ പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയുണ്ട്, ചങ്ങരംകുളത്താണ് ആ കുട്ടിയുടെ വീട്. മാസിൻ എന്നാണ് അവന്റെ പേര്. ഏകദേശം 7-ാം ക്ലാസ്സിലാണ് അവൻ പഠിച്ചുകൊണ്ടിരുന്നത്. കഴുത്തിനൊരു വേദന വന്നതാണ്, കുനിയുമ്പോഴുള്ളൊരു വേദന. അമലയിൽ ടെസ്റ്റ് ചെയ്തപ്പോ കഴുത്തിലൊരു ക്യാൻസറിന്റെ മുഴയുണ്ടെന്ന് ബോധ്യപ്പെടുകയും തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ ചെയ്ത് മുഴ നീക്കി. അവന്റെ കൈകാലുകൾക്ക് തളർച്ച ബാധിച്ചിരുന്നു. ആ കൈകാലുകളിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന രൂപത്തിൽ കീമോയും റേഡിയേഷനും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചുപോയി. അവനെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ മത്സ്യങ്ങളെയും പക്ഷികളെയും ഒക്കെ ഹോബിയായി വളർത്തിക്കൊണ്ട് ഓടി നടക്കുന്നവൻ 6 മാസം കഴിഞ്ഞൊരു ടെസ്റ്റിന് രണ്ടാമത് RCCയിലേക്ക് ചെല്ലാൻ പറഞ്ഞ് ട്രെയിനിൽ കയറി നടന്ന്, സ്വന്തം കാലിൽ നടന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നതാ. ഹോസ്പിറ്റലിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോ നട്ടെല്ലിന്റെ ഏറ്റവും താഴെ ചെറിയൊരടയാളം, ഒരു ക്യാൻസറിന്റെ ഒരു ലക്ഷണം രണ്ടാമത് വീണ്ടും അവന്റെ ശരീരത്തിൽ കടന്നു വന്നതാണ്. 2 ദിവസം കഴിഞ്ഞ് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അവൻ പറയുന്നത്, അവന്റെ കാലിൽ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് അവൻ പറയാ, ഞാൻ ഒന്നും അറിയുന്നില്ല, എന്റെ കാലിൽ പിടിക്കുന്നത് ഞാൻ അറിയുന്നില്ല എന്ന്. കാലിൽ പിടിച്ചു നോക്കിയിട്ട് ആ പയ്യൻ, ആ മകൻ, അവൻ പറയാ, ഉപ്പയും ഉമ്മയും അവന്റെ ചികിത്സക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ പ്രതീക്ഷകളും, ഡോക്ടർമാരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. വീട്ടിലാണ് മകൻ. അള്ളാഹു ആ മകന് പൂർണ്ണ ആരോഗ്യം നൽകി, ആയുസ് നൽകി. അള്ളാഹു അവനെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹ് നൽകിയതല്ലാതെ എന്താണ് എന്റെയും നിങ്ങളുടെയും കൈകളിൽ ഉള്ളത്?
അള്ള നൽകിയ ആരോഗ്യത്തിലല്ലേ ഞാനും നിങ്ങളും എഴുന്നേറ്റ് നടക്കുന്നത്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ ശക്തി, നമ്മുടെ ബലം, നമ്മുടെ നാവ്, നമ്മുടെ പേശികൾ. കാലൊരടി മുന്നോട്ട് വെക്കണമെങ്കിൽ ഏകദേശം 52 പേശികൾ ശരീരത്തിൽ ചലിക്കേണ്ടതുണ്ട്. അതിലൊരു പേശി ചലിക്കാതായാൽ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇരിക്കുന്ന ഈ ഇരിപ്പിൽ നിങ്ങൾക്ക് നമ്മുടെ ശരീരം ഇങ്ങനെ നിലത്തുകുത്തി ഇങ്ങനെ ഇരുന്നേടത്ത് നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ ശരീരത്തിന്റെ വ്യത്യസ്തമായ പേശികൾ ചലിക്കേണ്ടതുണ്ട്. ഒരു പേശിയെങ്ങാനും അതിൽ ചലിക്കാതെ വിലങ്ങനെയായാൽ ആ ഇരുന്നേടത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇരിക്കാൻ കഴിയുന്നതിനെ പറ്റി? കിടന്നേടത്ത് കിടന്ന് കറങ്ങുന്ന ഫാനിനെ മാത്രം നോക്കിക്കൊണ്ട് കിടക്കുന്ന എത്രയോ സഹോദരങ്ങളെ ഈ റമദാനിൽ നമ്മൾ സന്ദർശിച്ചിട്ടില്ലേ? പ്രിയമുള്ളവരെ, ഒന്ന് ചിരിക്കണമെങ്കിൽ മുഖത്തെ 17 പേശികൾ ഒരേ സമയം ചലിക്കണം. സ്ട്രോക്ക് വരുമ്പോ പെട്ടെന്ന് മനസ്സിലാകുന്നത് മുഖത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ കോടിപ്പോയി, വായയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വായയിലേക്ക് ഒഴിച്ച വെള്ളം ഒരു ഭാഗത്തിന് ചെറിയൊരു കോട്ടം തട്ടിയാൽ, ഒരു പേശിയുടെ ചലനത്തിനൊരു മാറ്റം സംഭവിച്ചാൽ ഒഴിച്ച വെള്ളം വായയുടെ ഒരു ഭാഗത്ത് കൂടി ഇങ്ങനെ പുറത്തേക്ക് ഒലിച്ചു പോകും. അത്ര ദുർബലരാണ് ഞാനും നിങ്ങളും. അള്ള പറയാൻ, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം കേട്ടോ, നിങ്ങൾ നൽകണം കേട്ടോ. അല്ലാഹു വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു വചനം മുസ്തഖ്ലഫീന ഫീഹി, സമയം ദൈർഘ്യമാകുമെന്ന് ഭയന്നുകൊണ്ടാണ് ആ ആയത്തുകളുടെ കഷ്ണങ്ങളെ മാത്രം സൂചിപ്പിച്ചു പോകുന്നത്. നിങ്ങളെ പിൻഗാമികളാക്കിയതാണ്. പണം, സമ്പത്ത് എന്ന് പറയുന്നത് അത് എന്നും നമ്മൾ തന്നെ ചിലവഴിക്കുന്നവരാകൂല. എന്നും നമ്മൾ തന്നെ നമ്മുടെ കൈകൾ കൊണ്ട് വാങ്ങൂല. ഒരു കാലത്ത് നമ്മൾ വാങ്ങിയാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് മാറിക്കൊടുക്കേണ്ടി വരും. പിന്നെ അവിടെ ആ കൈകൾ കൊണ്ട് വാങ്ങുന്നത് നമ്മുടെ മക്കളായിരിക്കും. അവിടെ നിന്ന് പിന്നെയും നമ്മൾ മാറിക്കൊടുക്കേണ്ടി വരും. അവിടെ നമ്മുടെ മക്കൾ കടന്നു വരും. മുസ്തഖ്ലഫീന, ഇങ്ങനെ മാറി ആ കൈകാര്യകർത്താക്കൾ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ആ സമ്പത്തിലെ നമ്മുടെ ബാധ്യതയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് കൊടുക്കേണ്ട ബാധ്യതയാണ്. പ്രിയമുള്ളവരെ, വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, നമുക്കൊരാൾ 1 ലക്ഷം രൂപ തരാനുണ്ട്. നാളെ പരലോകത്ത് നമ്മളെ അള്ളാഹു ചോദ്യം ചെയ്യുമ്പോ നമുക്ക് തരാനുള്ള 1 ലക്ഷത്തിന്റെ പേരിൽ ഒരു ചോദ്യവും നമ്മൾ നേരിടേണ്ടി വരില്ല. പക്ഷേ നമ്മളൊരാൾക്കൊരു 10 രൂപ കൊടുക്കാനുണ്ട്. കിട്ടാനുള്ളത് 1 ലക്ഷമാണ്, കൊടുക്കാനുള്ളത് ഒരു 10 രൂപയാണ്. ആ 10 രൂപയുടെ പേരിൽ അള്ളാഹുവിന്റെ മുൻപിൽ മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഗൗരവമാണത്, ബാധ്യതയാണ്. നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങളെ പറ്റി നാളെ അള്ളാഹുവിന്റെ മുൻപിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടില്ല. നമ്മൾ കൊടുക്കേണ്ടുന്ന ബാധ്യതകളുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ മുൻപിൽ മറുപടി പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. സക്കാത്ത് എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്, നാം നൽകേണ്ടതാണ്. 100 രൂപയിലെ 2.5 രൂപ എന്ന് പറയുന്നത് അത് എന്റേതല്ല. ആ 2.5 രൂപ മാറ്റുമ്പോഴാണ് ആ 100 എനിക്ക് ഹലാലാകുന്നത്. ആ 100ൽ നിന്ന് 2.5 മാറ്റുന്നില്ലെങ്കിൽ ആ 100ഉം എനിക്ക് അത് ഹറാമായി തീരുകയാണ്. നിങ്ങളിലെ സമ്പന്നരിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കേണ്ടുന്ന, കറങ്ങിത്തിരിയേണ്ടുന്ന ഒന്നല്ല സമ്പത്ത് എന്ന് പറയുന്നത്. ഖുർആൻ അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് സമ്പന്നരിൽ നിന്ന് ദരിദ്രരിലേക്ക്, പാവപ്പെട്ടവരിലേക്ക്, ഫക്കീരിന്, മിസ്കീനിന്, അങ്ങനെയൊക്കെ കൈമാറി കൊടുക്കേണ്ടുന്ന ഒന്നാണ്. പ്രിയമുള്ളവരെ, കയറിയിരിക്കുക, സഫുകൾ ചേർന്നിരിക്കുക. നിങ്ങൾക്കിടയിൽ സമ്പന്നരിൽ മാത്രം കറങ്ങേണ്ടുന്ന ഒന്നല്ല സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ നമ്മെ വീണ്ടും ഉണർത്തുകയാണ്. സക്കാത്ത് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത് പ്രായമായവർ കൊടുക്കേണ്ടുന്നത് മാത്രമല്ല, യുവാക്കൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ബിസിനസ്സുകാരായ, കച്ചവടക്കാരായ എത്രയോ ആളുകൾ
യുവാക്കളായി കഴിയുന്നവർ, എനിക്കതിന്റെ യാതൊരു ബാധ്യതയുമില്ല, അത് വീട്ടിലെ ഉപ്പയുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയോ ബാധ്യതയാണ്, അല്ല. യുവാക്കളുടെയും യുവതികളുടെയും ഓരോരുത്തരുടെയും ബാധ്യതയായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സക്കാത്തിനെ ഉണർത്തിയിട്ടുള്ളത്. സക്കാത്ത് ഈമാനിന്റെ അടയാളമാണ്. വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ. സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആദ്യ വചനങ്ങൾ ഈമാനുള്ളവരുടെ, വിജയിക്കുന്നവരുടെ സ്വഭാവങ്ങൾ പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. സക്കാത്ത് എന്ന് പറയുന്നത് ഈമാനുള്ളവരുടെ അടയാളമാണ് കേട്ടോ. 2, സക്കാത്ത് എന്ന് പറയുന്നത് തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അത് നമ്മളെ ശുദ്ധീകരിക്കും, നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കും. 10,000-ലെ 250 എന്ന് പറയുന്നത്, ആ 10,000-ൽ നിന്ന് 250 നൽകാൻ പറഞ്ഞത് ആ 10,000-നെയും ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് ആ 250 എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. നമ്മളെ ശുദ്ധീകരിക്കും. നൽകാൻ തയ്യാറാകുന്ന ഒരാൾ, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്, ആ കൊടുക്കുന്നതിന് കിട്ടാനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ഇരട്ടിയാണ്. ഇരട്ടിച്ചു കിട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. സമ്പത്ത് ഇരട്ടിപ്പിക്കാൻ എന്തു വേണം? സക്കാത്ത് കൊടുക്കണം എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്. അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ സക്കാത്ത് നൽകിയാൽ ഫഉലൈക ഹുമുൽ മുളഇഫൂൻ. അവരാണ് യഥാർത്ഥ ഇരട്ടിപ്പുകാർ. നമ്മുടെ നാട്ടിൽ കുറെ ഇരട്ടിപ്പുകാരെ കാണുന്നുണ്ട്. എന്താണ് അവര്? 1,00,000-3,000, 1,00,000-3,000, 4,000 ഒക്കെ കൊടുക്കുന്ന ആളുകൾ. അയാൾ എങ്ങനെ വലിയ വലിയ ബിസിനസ്സുകളുടെ പേരുകളോ അഡ്രസ്സുകളോ ഒക്കെ പറഞ്ഞ് അതിന് നമ്മൾ തെളിവ് ചോദിക്കൂല. ആരെങ്കിലും ഒരു ആശുപത്രി കേസായിട്ട് നമ്മൾ വീട്ടിൽ വന്നാല്, ഏത് ആശുപത്രിയിലാ, എന്താ രോഗം, ചീട്ട് നോക്കട്ടെ, മരുന്ന് നോക്കട്ടെ, എങ്ങനെയുണ്ട്, എല്ലാം നമ്മൾ അന്വേഷിക്കണ്ടെന്നല്ല, A to Z ഒന്ന് അന്വേഷിക്കാൻ തയ്യാറാവും. ആരെങ്കിലും 1,00,000-3,000, 4,000 ചോദിച്ചു വന്നാല് കച്ചവടമാണെന്ന് പറഞ്ഞാൽ മതി, അവിടെ 3,000, 4,000 കൊടുക്കും. ആളുകളുടെ കയ്യിൽ പൈസയുണ്ട് എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാ? ഈ വാങ്ങിയ ആള് പൊട്ടുമ്പോഴാണ്. അപ്പോഴാണ് അറിയണത് ഇന്നാള് 2 ലക്ഷം, ഇന്നാള് 3 ലക്ഷം, ഇന്നാള് 4 ലക്ഷം, ഇന്നാള് 10 ലക്ഷം ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് അറിയണത്. ഇവരുടെ കയ്യിലൊക്കെ സമ്പത്തുണ്ടായിരുന്നു എന്ന് ജനങ്ങൾ അറിയുന്നത് ഇത്തരത്തിലുള്ള അത്തരത്തിലുള്ള ആളുകൾ അവർ മറ്റുള്ളവരെ വഞ്ചിക്കുമ്പോഴാണ്. പ്രിയമുള്ളവരെ, അള്ളാഹ് പറയാൻ വിശുദ്ധ ഖുർആനിലൂടെ ഇരട്ടിപ്പിക്കണോ നിങ്ങളുടെ സമ്പത്ത്? സക്കാത്ത് നൽകിയാൽ മതി എന്നാണ്. സക്കാത്ത് നൽകിയാൽ മതി. സക്കാത്ത് നൽകിയിട്ട് ആരും കടബാധിതരായി തീർന്നിട്ടില്ല. സക്കാത്ത് നൽകിയിട്ട് ആരും പാപ്പരായി തീർന്നിട്ടില്ല. നമ്മൾ അന്വേഷിച്ചാൽ നമ്മുടെ നാടുകളിൽ നമുക്ക് അന്വേഷിക്കാം. സക്കാത്തും സ്വതക്കയും കൊടുത്താണ് അയാൾ മുടിഞ്ഞത് എന്നൊരാളും പറയില്ല. കച്ചവടത്തിൽ പറ്റിയിട്ടുണ്ടാകാം, ഇടപാടുകളിൽ പറ്റിയിട്ടുണ്ടാകാം, പക്ഷേ സക്കാത്ത് വളർച്ചയാണ്, ഇരട്ടിക്കലാണ്. ആ സക്കാത്തിലേക്കാണ് അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത്. ലാ യൻഖുസു മാലുൻ മിൻ സദഖ. ഒരാളുടെ സമ്പത്തും സ്വതക്ക കൊണ്ട് കുറഞ്ഞു പോവുകയില്ല. ഫതസദ്ദഖു. നിങ്ങൾ സ്വതക്ക നൽകാൻ തയ്യാറാകണം. 4-മത്തേത്, അല്ലാഹുവിന്റെ കാരുണ്യം ലഭ്യമാകും. നിങ്ങൾക്ക് കാരുണ്യം വേണോ? നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുകയും സക്കാത്ത് നൽകുന്നവരാവുകയും ചെയ്യുക. 5-മത്തേത്, ഉലൈക ഫീ ജന്നാത്തിൻ മുക്രമൂൻ. അവർ ആദരണീയമായ സ്വർഗത്തിലായിരിക്കും അവരുണ്ടാവുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എന്തിനാണ്? വിശാലമായ ഒരു സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അനുഭൂതികൾ നിറഞ്ഞ, കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, കൊതിക്കുന്ന പഴത്തിലേക്ക് കയറാതെ അടുത്തു വരുന്ന ഒരു സ്വർഗം. രോഗങ്ങളില്ലാത്ത, വിയർപ്പില്ലാത്ത, വേദനകളില്ലാത്ത ഒരു ലോകം. സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും മാത്രം നിറഞ്ഞ ഒരു ലോകം. ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ, നടക്കാൻ കഴിയുന്ന ഒരു ലോകം. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലെ. സ്വർഗം ലഭിച്ചാൽ പിന്നൊരു ക്ലേശവും ഒരു പ്രയാസവും ഒരു പ്രതിസന്ധിയും അനുഭവിക്കേണ്ടി വരാത്ത തരത്തിലുള്ള
അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് വിശാലമായ ആകാശഭൂമികളോളം വിശാലമായ ഒരു സ്വർഗം പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. അവസരങ്ങളുണ്ട്. 99 ആളെ കൊന്ന മനുഷ്യൻ പാപമോചനം അന്വേഷിച്ച് നടക്കുന്ന ചരിത്രം പറയുന്നുണ്ട് പ്രവാചകൻ. അവിടെ 100ാമത്തെ മനുഷ്യനെയും കൊല്ലുന്നവനായി അവനെ കാണുമ്പോ സ്വർഗത്തിന്റെ ആളായി അവനെ തെരഞ്ഞെടുക്കുന്നത് പാപമോചനം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി, പാപമോചനത്തിന് വേണ്ടി അവൻ ശ്രമം നടത്തി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സഹാബത്ത്, മക്കളെ കൊന്നവർ, അതുപോലെ തന്നെ യുദ്ധം നടത്തിയവർ, ഇസ്ലാമിനെതിരെ വാളെടുത്തവർ, അവർക്ക് മുസ്ലിമുകളായി സ്വർഗത്തിന്റെ ആളുകളായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവനായിരുന്നു. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനായി, ഖലീഫയായി, ഉഖാദയിലെ തമ്മാടികളായി നടന്നിരുന്നവർ സഹാബത്തുകളായി, യുദ്ധത്തിന് കൊടിവഹിക്കുന്നവരായി, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് പ്രതീക്ഷയുണ്ട്. വിശാലമായ സ്വർഗം, കാരുണ്യവാനായ റബ്ബ്, കാരുണ്യവാനായ റഹ്മാൻ, കരുണാവാരിധിയായ റബ്ബ് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ പരിശ്രമിക്ക്, നിങ്ങൾ ഓടിവാ, നിങ്ങൾ അധ്വാനിച്ചു വാ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വാ, നോമ്പിന്റെ രാപ്പകലുകളെ ഉപയോഗപ്പെടുത്തി കൊണ്ടുവാ, നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടുവാ, സക്കാത്ത് കൊടുത്തു കൊണ്ടുവാ. ഇങ്ങനെ ഖുർആൻ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ആ വിശാലമായ സ്വർഗം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ആ സ്വർഗമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ആ സ്വർഗം നമ്മെ കാത്തിരിക്കുന്നത് പോലെ സ്വർഗത്തെ കാത്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കണം. രാവുകളിൽ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് തേടണം. ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകളായി ഖുർആൻ പരിചയപ്പെടുത്തിയില്ല. റബ്ബനാ ളലംനാ അൻഫുസനാ, അല്ലാഹുവേ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയിട്ടുണ്ട്. റബ്ബേ ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, അല്ലാഹുവേ നീ എന്നോട് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ നഷ്ടക്കാരായി ഞങ്ങൾ മാറിപ്പോകും റബ്ബേ എന്ന് സ്വന്തത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. പ്രിയമുള്ളവരെ, റബ്ബനാ ളലംനാ അൻഫുസനാ എന്ന പ്രാർത്ഥനകൾ ആവർത്തിച്ചുകൊണ്ട് ജീവിതത്തിൽ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരേണ്ടതുണ്ട്. ഇനി എത്ര ആയുസ്സുണ്ടെന്നറിയാതെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. ആ ആയുസ് തീരുന്നതിന് മുൻപ് സ്വർഗത്തിന്റെ വഴിയിലേക്ക് നടക്കാൻ എന്റെ പ്രിയമുള്ളവരെ, എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, യുവതികളെ, മക്കളെ, പ്രിയമുള്ള മക്കളെ, നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് ആലോചിക്കുക. എത്ര തെറ്റ് ചെയ്താലും, എത്ര തിന്മകൾ ചെയ്താലും, ഇതാ കടലിന്റെ തിരകൾ കണക്കെ തെറ്റുകൾ ചെയ്താലും പ്രിയമുള്ളവരെ അള്ളാഹു വിളിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് 33 തവണ മനസ്സറിഞ്ഞ് ഹൃദയം തൊട്ടുകൊണ്ട് അള്ളാഹുവിനോട് തേടിയാൽ കടലിലെ തിരകളോളമാണ് തെറ്റുകളെങ്കിലും ആ തെറ്റുകളെ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാം എന്ന് കാരുണ്യവാനായ, നമ്മെ പടച്ച, നമ്മുടെ നൊമ്പരങ്ങൾ അറിയുന്ന, വേദനകൾ അറിയുന്ന നമ്മുടെ നാഥൻ, നമ്മോട് ഏറ്റവും അടുത്തുള്ള നമ്മുടെ നാഥൻ, വാഗ്ദാനങ്ങൾ ലംഘിക്കാത്ത നമ്മുടെ നാഥൻ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ കഴിയുമോ എന്ന് ഒരാലോചന നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകുക. ആ സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരാകണം എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ ആയത്തുകൾ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വായിച്ചു നോക്കിയാൽ വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും. നമ്മളിങ്ങനെ കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുന്ന സമ്പത്തുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ നന്മക്കാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു പറയാൻ അത് നിങ്ങളുടെ തിന്മക്കാണ്, ഷർറാണ്, അതുകൊണ്ട് നമുക്കുണ്ടായി തീരുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് താക്കീത് ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പള്ളിയുടെ ഓഫീസിൽ വന്നിരിക്കുന്ന, ആ ഓഫീസിലേക്ക് കയറുമ്പോ മേശയിൽ കാണുന്ന
കുറെ കെട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അപേക്ഷകളാണ്, സക്കാത്ത് സെല്ലിലേക്ക് വന്നിട്ടുള്ള അപേക്ഷകളാണ്. രോഗികളായവർ, വീടില്ലാത്തവർ, കടം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഒട്ടേറെ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, പ്രിയമുള്ളവരെ, നമുക്ക് സാധ്യമായി തീരും. അവരുടെ ഒക്കെ കണ്ണീരുണക്കാൻ നമുക്ക് സാധ്യമായി തീരും. അവർക്ക് തണലായി മാറാൻ നമുക്ക് സാധ്യമായി തീരും. നമ്മുടെ പള്ളിയിൽ കിട്ടുന്ന ഈ സക്കാത്തുകൾ മുഴുവനും അർഹരായ ആളുകളെ അന്വേഷിച്ച് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് അവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നത്. സക്കാത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിന്റെ ഒറ്റ വചനം ശ്രദ്ധിച്ചാൽ മതി. തുഖദു മിൻ അഗ്നിയാഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം. അത് ധനികരിൽ നിന്നെടുത്ത് ദരിദ്രരിലേക്ക് കൊടുക്കണം. എടുക്കാനും കൊടുക്കാനും ഒരാൾ വേണം എന്നതാണ് അവിടെ ഖുർആൻ ഉണർത്തുന്നത്. വൽ ആമിലീന അലൈഹ, സക്കാത്തിന്റെ തൊഴിലാളികൾ എന്ന് സക്കാത്തിന്റെ അവകാശികളിൽ ഒരാളെ എണ്ണുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു ദിവസം 5, 10, 100, 1000 വെച്ചിട്ട് 10 ആളുകളിലേക്ക് വിതരണം ചെയ്തു കൊടുക്കേണ്ടുന്ന ഒന്നല്ല. അത് കൃത്യമായ അതിൻ്റെതായ വിതരണക്കാരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അർഹരായവരിലേക്ക് എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ പ്രവാചകൻ ചോദിക്കുന്നത്, നിങ്ങളുടെ സമ്പത്തിനേക്കാൾ അനന്തരാവകാശികളുടെ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നവർ ആരുണ്ട് എന്ന് പ്രവാചകന്റെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് സഹാബത്ത് നൽകുന്ന മറുപടികളും പ്രവാചകന്റെ ഉത്തരങ്ങളുമുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ചതൊന്നും നമ്മുടേതല്ലാതായി തീരുന്ന ഒരു ദിനമുണ്ട്. അന്ന് നമുക്ക് ബാക്കിയാകുന്നത് 3 കഷ്ണം തുണിയാണ്. അതിനു മുൻപ് സക്കാത്ത് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായി തിരിച്ചറിയുകയും അത് നൽകാൻ തയ്യാറാവുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അത് നമുക്കെതിരായി തീരാത്ത രൂപത്തിലേക്ക് അതിനെ ചെലവഴിക്കാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. അത്തരത്തിൽ കൃത്യമായി സാമ്പത്തികമായ മേഖലകളിൽ ചിലവഴിക്കുന്നവരാക്കി മാറ്റാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതോടുകൂടി ചേർത്ത് പറയാനുള്ളത്, നമ്മുടെ ഈ പള്ളിയും ഈ ടൗണിൽ ഇത്തരത്തിൽ വലിയൊരു ഭവനം, അള്ളാഹുവിന്റെ ഭവനം, കൃത്യമായി ആദർശവും തൗഹീദും ഇഖ്ലാസും ദീനും പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു ഭവനം, അതിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു പോകുന്നത് പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നവരുടെ സംഭാവനകളിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്ന് പള്ളി കളക്ഷൻ അത്തരം മേഖലകളിലേക്കാണ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിയാവുന്ന ആളുകൾ റമദാനിലെ ഒരു സ്വതക്കക്ക് കിട്ടാവുന്ന പ്രതിഫലത്തിന്റെ ഇരട്ടിയും അതിന്റെ ഇരട്ടിയുമായി ലഭ്യമാകുന്ന ഈ ദിനരാത്രങ്ങളിൽ അത്തരം മേഖലകളിൽ ചിലവഴിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയുണ്ടാകണം. അള്ളാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ നമസ്കാരങ്ങൾ, നോമ്പുകൾ, സക്കാത്തുകൾ, സദക്കകൾ, രാത്രി നമസ്കാരങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, മുഅ്മിനുകളിൽ, മുത്തഖികളിൽ, മുസ്ലിമുകളിൽ, മുഹ്സിനുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വിവിധ നാടുകളിൽ, ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പിഞ്ചുവൈരങ്ങൾ റമദാനിൽ പോലും നോമ്പനുഷ്ഠിക്കാൻ വായു കൊണ്ട്, വെള്ളം കൊണ്ട് നോമ്പനുഷ്ഠിക്കുകയും വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്യേണ്ടി വരുന്ന പ്രിയങ്കരായ സഹോദരങ്ങൾ, സഹോദരിമാർ, ഉപ്പമാർ, ഉമ്മമാർ, അല്ലാഹുവേ, റമദാനിന്റെ ഈ പകലിൽ, വെള്ളിയാഴ്ചയുടെ ഈ മഹത്വമുള്ള ദിനത്തിൽ നിന്നോട് ഞങ്ങൾ തേടുകയാണ്. റഹ്മാനായ നാഥ, എല്ലാ ശത്രുക്കളുടെയും മുകളിൽ അധികാരമുള്ള ശക്തിയുള്ള നാഥ, അല്ലാഹുവേ, അവർക്ക് നീ, ഫലസ്തീനിന്റെ മക്കൾക്ക് നീ അഭയം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അവർക്ക് നീ നിർഭയത്വം നൽകണമേ തമ്പുരാനെ. ലോകത്തിന്റെ വിവിധ നാടുകളിൽ അത്തരം പ്രതിസന്ധികളിൽ അനുഭവിക്കുന്നവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പള്ളികളിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രായമുള്ളവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, വേദനകൾ അനുഭവിക്കുന്നവർ, ഇരിക്കാൻ കഴിയാതെ കസേരകളിൽ ഇരുന്ന് നമസ്കരിക്കുന്നവർ, അത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സും ആരോഗ്യവും നൽകി കൂടുതൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇണകൾ രാപ്പകലുകളിൽ, ഞങ്ങളുടെ വീടുകളിൽ, അടുക്കളകളിൽ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ, അധ്വാനിക്കുന്നവർ, അല്ലാഹുവേ, റഹ്മാനായ നാഥ, അവർക്ക് ആരോഗ്യവും ആഫിയത്തും ഇസ്സത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയവർ, ഞങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം ഓടി നടന്നവർ, വിയർപ്പൊഴുക്കിയവർ, റഹ്മാനായ നാഥ, ഈ റമദാനിൽ, ഈ ജുമുഅയുടെ ദിനത്തിൽ നിന്നോട് ഞങ്ങൾ തേടുകയാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉന്നതമായ സ്വർഗം നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ നാഥ. ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു തരണമേ റഹ്മാനെ. ഞങ്ങളുടെ തെറ്റുകളെ മായ്ച്ചു കളയണമേ നാഥ. ഞങ്ങളിൽ നിന്ന് തിന്മകളെ ഇല്ലാതാക്കി തരണമേ തമ്പുരാനെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار ربنا عليك توكلنا وإليك نبنا وإليك المصير اللهم إنا نسألك الهدى والتقى والعفاف والغنى ربنا تقبل منا إنك أنت السميع العليم اللهم آمنا في أوطاننا يا رب العالمين اللهم آمنا في أوطاننا يا رب العالمين اللهم آمنا في أوطاننا يا رب العالمين اللهم آمن في فلسطين اللهم آمن في سوريا اللهم آمن كشمير اللهم آمن في أسام اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا يا رب العالمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد وعلى آله وصحبه أجمعين.